നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ എന്താണെന്നാണ് പഠിച്ചത്. വിശദമായിട്ട് സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ആൻസറുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവരും തയ്യാറാണല്ലോ? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് ടൈംഡ് ആസ് ഡാഷ്. ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വന്നാൽ അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ആൻസർ നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡൻറ്റിഫൈ ദി എറേഴ്സ് ഇൻ ദി ഫോളോയിങ് കോഡ് ഫ്രാഗ്മെൻറ്റ്. ഈ താഴെ തന്നിരിക്കുന്ന കോഡ് ഫ്രാഗ്മെൻറ്റിലെ എറർ എന്താണെന്ന് കണ്ടുപിടിക്കുക. കോഡ് ഇതാണ്: സ്ട്രക്റ്റ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ഇൻഡ് രജിസ്റ്റർ നമ്പർ സെമിക്കോളൻ ക്യാർ നെയിം ഓഫ് 20 സെമിക്കോളൻ ഫ്ലോട്ട് മാർക്ക് ഈക്വൽ ടു 100 സെമിക്കോളൻ കർലി ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ഈ കോഡിനകത്തുള്ള തെറ്റ് എന്താണ്? അപ്പം നമുക്കറിയാം, സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് എന്താണ്? സ്മോൾ ലെറ്റർ എസ് ആണ് സ്ട്രക്റ്റിൽ ഉപയോഗിക്കേണ്ടത്. അത് അവിടെ ഒരു മിസ്റ്റേക്കാണ് അല്ലേ? ഇനി സ്ട്രക്റ്റ് കീവേഡ് ഉപയോഗിച്ചാൽ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ടാഗ് നെയിമാണ്. ഓക്കെ, അപ്പോൾ അതും അവിടുത്തെ ഒരു മിസ്റ്റേക്കാണ്. 3ാമത്തെ മിസ്റ്റേക്ക് എന്താണ്? ഫ്ലോട്ട് മാർക്ക് ഈക്വൽ ടു 100 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ടാഗ് നെയിം മിസ്സിംഗ് ആണ്, അതൊരു തെറ്റാണ്. ഫ്ലോട്ട് മാർക്ക് ഈക്വൽ ടു 100 ഡേറ്റ ഐറ്റം കനോട്ട് ഇനിഷ്യലൈസ് ലൈക്ക് ദിസ്. ഇങ്ങനെ നമുക്ക് ഡേറ്റ ഐറ്റം ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. 3ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എസ് ഇൻ സ്ട്രക്റ്റ്. സ്ട്രക്റ്റ് എന്നുള്ള കീവേഡിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല, പകരം സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അനദർ സ്ട്രക്ചർ ഡിസ്കസ്. ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരാമോ? അങ്ങനെയാണെങ്കിൽ അതിനൊന്ന് ഡിസ്കസ് ചെയ്യാണ്. ഇതാണ് ആ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചർ വിത്തിൻ അനദർ സ്ട്രക്ചർ ഈസ് നോൺ ആസ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനുള്ളിൽ നമുക്ക് മറ്റൊരു സ്ട്രക്ചർ എഴുതാം. അതിന് നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. അതിനൊരു എക്സാമ്പിളൂടെ കൊടുത്താൽ 2 മാർക്ക് കിട്ടും. സ്ട്രക്റ്റ് എംപ്ലോയി ഇൻഡ് EMB കോഡ് ക്യാർ നെയിം ഓഫ് 20 സ്ട്രക്റ്റ് ഡേറ്റ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ഷോർട്ട് ഡേ ഷോർട്ട് മന്ത് ഷോർട്ട് ഇയർ കർലി ബ്രാക്കറ്റ് ക്ലോസ്. ആ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ അവിടെ ഡി സെമിക്കോളൻ. ക്യാർ ഡെസിഗ്നേഷന് DESG എന്നുള്ള വേരിയബിളാണ് കൊടുത്തേക്കുന്നത്. ക്യാർ DESG ഓഫ് 20 ഫ്ലോട്ട് BP കർലി ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ എംപ്ലോയി എന്നുള്ള മെയിൻ സ്ട്രക്ചറിനുള്ളിൽ ഡേറ്റ് എന്നുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നർ സ്ട്രക്ചറും എംപ്ലോയി എന്ന് പറയുന്നത് ഔട്ടർ സ്ട്രക്ചറുമാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ് എന്നുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ വേരിയബിളും സെമിക്കോളൻ സ്ട്രക്ചർ ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ വേരിയബിളും ഡി എന്നുള്ള വേരിയബിളും നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എംപ്ലോയി സ്ട്രക്ചർ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചറിനെ നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുന്ന കൺസെപ്റ്റാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഇത് 2 മാർക്കിന് ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഫൈൻ എ സ്ട്രക്ചർ കോൾഡ് ടൈം ടു ഗ്രൂപ്പ് ദി ഹവേഴ്സ് മിനിറ്റ് ആൻഡ് സെക്കൻഡ്. Also write a statement that declare 2 variables, current time and next time, which are of type struct time. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഡിഫൈൻ എ സ്ട്രക്ചർ കോൾഡ് ടൈം. ടൈം എന്നുള്ളൊരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ളിൽ ഏതിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യണം? അവേഴ്സ്, മിനിറ്റ്, സെക്കൻഡ്. ഈ 3 ഡേറ്റ ആയിട്ടാണ് അവിടെ വരേണ്ടത്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ 2 വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യണം. കറണ്ട് ടൈമും നെക്സ്റ്റ് ടൈമും എന്നുള്ള 2 വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? സ്ട്രക്റ്റ് ടൈം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ഷോർട്ട് അവേഴ്സ് ഷോർട്ട് മിനിറ്റ് ഷോർട്ട് സെക്കൻഡ്സ് കർലി ബ്രാക്കറ്റ് ക്ലോസ് കറണ്ട് ടൈം നെക്സ്റ്റ് ടൈം സെമിക്കോളൻ അല്ലേ? അപ്പോൾ സ്ട്രക്ചർ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ ഇങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാമല്ലോ. കറണ്ട് ടൈം നെക്സ്റ്റ് ടൈം. അത് കഴിഞ്ഞ് നമ്മൾ സെമിക്കോളൻ ഇട്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഷോർട്ട് എന്നുള്ള ഡേറ്റ ടൈപ്പാണ്. ഈ ഷോർട്ട് ഡേറ്റ ടൈപ്പ് കൊടുക്കാൻ കാരണം ഇൻറ്റിന് സൈസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റിൻ്റെ സൈസ് 4 ബൈറ്റ് ആണ്. ഷോർട്ട് ആണെങ്കിൽ നമുക്ക് 2 ബൈറ്റ് മതി. ഇപ്പോൾ ചെറിയ നമ്പറുകളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഷോർട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഫൈൻ എ സ്ട്രക്ചർ കോൾഡ് ടൈം വിത്ത് എലമെൻറ്റ്സ് അവൈറ്റ് മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ, ഈ ടൈമിനെ ബേസ് ചെയ്ത് വീണ്ടും ഒരു സ്ട്രക്ചർ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്ട്രക്റ്റ് ടൈം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ഷോർട്ട് അവർ ഷോർട്ട് മിനിറ്റ് ഷോർട്ട് സെക്കൻഡ് കർലി ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 2 വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? വേരിയബിളൊന്നും ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞില്ല, പകരം
ഒരു സ്ട്രക്ചർ മാത്രം ക്രിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഗിവൺ സ്ട്രക്ചർ ഡെഫിനിഷൻ. സ്ട്രക്ട് കോംപ്ലക്സ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ഇൻഡ് റിയൽ സെമിക്കോളൻ ഇൻഡ് IMAG, ഇമാജിനറിക്ക് വേണ്ടി IMAG എന്ന് കൊടുത്തു. IMAG സെമിക്കോളൻ കർലി ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ഇങ്ങനൊരു സ്ട്രക്ചർ ഡെഫിനിഷൻ കൺസിഡർ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്: എ, റൈറ്റ് എ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ വേരിയബിൾ. ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു C++ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ബി, റൈറ്റ് എ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു സ്റ്റോർ ദി വാല്യൂ 15 ടു ദി സ്ട്രക്ചർ മെമ്പർ റിയൽ. സ്ട്രക്ചർ മെമ്പർ റിയലിലേക്ക് 15 എന്നുള്ള ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. അവിടെ ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. കോംപ്ലക്സ് എന്നുള്ളൊരു സ്ട്രക്ചറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്, എയും ബിയും ഉണ്ട്. എ പാർട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനും, ബി പാർട്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഒരു സ്ട്രക്ചർ മെമ്പറാണ് റിയൽ. ആ റിയലിലേക്ക് 15 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത്? ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം കോംപ്ലക്സ് സി, സ്ട്രക്ചറിൻ്റെ പേര് വേരിയബിളിൻ്റെ പേര് കൊടുത്താൽ മതി. കോംപ്ലക്സ് സി സെമിക്കോളൻ ഓർ, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം? സ്ട്രക്ട് കോംപ്ലക്സ് സി എന്ന് വേണമെങ്കിലും കൊടുക്കാം. സ്ട്രക്ട് കോംപ്ലക്സ് സി സെമിക്കോളൻ ഓർ ഇങ്ങനെയും കൊടുക്കാം. സ്ട്രക്ട് കോംപ്ലക്സ് ഇൻഡ് റിയൽ ഇൻഡ് ഇമാജിനറി കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ വേരിയബിളിൻ്റെ പേര് അതിനോടൊപ്പം എഴുതി കൊടുക്കുന്നു, സി സെമിക്കോളൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 15 എന്നുള്ള നമ്പർ റിയലിലേക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? സ്ട്രക്ചർ വേരിയബിൾ എന്താണ്? സി അല്ലേ? സി ഡോട്ട് റിയൽ ഈക്വൽ ടു 15. ഇങ്ങനെയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. സി ഡോട്ട് റിയൽ ഈക്വൽ ടു 15. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കവിടെ ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ C++ പ്രോഗ്രാം ടു സ്റ്റോർ ആൻഡ് പ്രിൻറ്റ് ഇൻഫർമേഷൻ നെയിം, റോൾ നമ്പർ ആൻഡ് മാർക്സ് ഓഫ് എ സ്റ്റുഡൻറ്റ് യൂസിങ് സ്ട്രക്ചർ. സ്ട്രക്ചർ ഉപയോഗിച്ച് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരും റോൾ നമ്പറും മാർക്സും റീഡ് ചെയ്യുകയും പ്രിൻ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ്. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്യാർ നെയിം ഓഫ് 20 ഇൻഡ് റോൾ ഇൻഡ് മാർക്സ് കർലി ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് മെയിൻ പ്രോഗ്രാം എഴുതാണ്. ഇതിൻ്റെ മെയിന് നമുക്ക് എന്ത് വേണം? സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? സ്റ്റുഡൻറ്റ് എസ് എന്ന് കൊടുത്തു, വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സി ഔട്ട് എൻ്റർ ദി നെയിം, റോൾ നമ്പർ ആൻഡ് മാർക്സ്, ഡീറ്റെയിൽസ് റീഡ് ചെയ്യാനുള്ള മെസ്സേജ് കൊടുത്തു. സി ഇൻ എസ് ഡോട്ട് നെയിം, സി ഇൻ എസ് ഡോട്ട് റോള്, സി ഇൻ എസ് ഡോട്ട് മാർക്സ്, 3 ഡീറ്റെയിൽസും റീഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അത് ഡിസ്പ്ലേ ചെയ്യണം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വേണം എഴുതാൻ. സി ഔട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ്, നെയിം എസ് ഡോട്ട് നെയിം, റോൾ നമ്പർ എസ് ഡോട്ട് റോള്, സി ഔട്ട് മാർക്സ് എസ് ഡോട്ട് മാർക്സ്, റിട്ടേൺ 0 കർലി ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്തു, ആ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്നത്. അടുത്ത 3 മാർക്കിന് ചോദിച്ച ഈ ഭാഗത്തു നിന്ന് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്: represent a structure named student with attributes of different types and give the advantages of using structure. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കുക. നമുക്ക് ഇഷ്ടമുള്ള മീൻസ് സ്റ്റുഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആട്രിബ്യൂട്ടുകൾ ഉപയോഗിച്ച് ഒരു സ്റ്റുഡൻ്റ് എന്നുള്ളൊരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുകയും ആ സ്ട്രക്ചർ ഉപയോഗിക്കുന്ന വഴി നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്താണെന്ന് എഴുതുകയും ചെയ്യുക. ഇതാണ് ഒരു നെക്സ്റ്റ് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ. ആൻസർ: സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, ഇൻഡിറേഷൻ നമ്പർ, നെയിം ഓഫ് 20, ഫ്ലോട്ട് മാർക്ക്, കർലി ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതായിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട്. സെക്കൻഡ് പാർട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതാനാണ്. അപ്പോൾ സ്ട്രക്ചർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകളെ ക്രിയേറ്റ് ചെയ്യാം. അതായത് യൂസറിന് ആവശ്യമുള്ള ഡാറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സ്ട്രക്ചർ ഉപയോഗിക്കാം. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി സച്ച് എ സ്റ്റുഡൻറ്റ്, എംപ്ലോയി. നമുക്കൊരു റിയൽ വേൾഡ് എൻറ്റിറ്റി അതുപോലെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഈ സ്ട്രക്ചർ ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് ഇത് നമുക്ക് പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എഴുതാം. മെയിനായിട്ട് 2 പോയിന്റുകൾ ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സ്ട്രക്ട് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകളെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ റിയൽ വേൾഡ് എൻറ്റിറ്റി അതുപോലെ നമുക്ക് കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാനും സ്ട്രക്ചർ യൂസ് ചെയ്യാം. ഓക്കെ,
ഇത് മുൻകാല വർഷങ്ങളിൽ 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അരേ ആൻഡ് സ്ട്രക്ചർ. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അരയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്കറിയാം അരയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പോയിന്റ്, അരേ എന്ന് പറയുന്ന ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. അരേ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. സ്ട്രക്ചർ ഈസ് ആൻ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ്, അരേ എന്ന് പറയുന്നത് ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ. അരേ എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള ഡേറ്റയുടെ കളക്ഷനാണ്. അപ്പോൾ അരേ ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ. അപ്പോൾ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. സ്ട്രക്ചർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡേറ്റയുടെ കളക്ഷനാണ്. തേർഡ് പോയിന്റ്, അരേസ് എലമെൻറ്റ്സ് ഓഫ് ആൻ അരേ ആർ റെഫറൻസ്ഡ് യൂസിങ് സബ്സ്ക്രിപ്റ്റ്. അരേയുടെ എലമെൻറ്റ്സുകളെയെല്ലാം സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ആൻ അരേ ആർ റെഫറൻസ്ഡ് യൂസിങ് ദി സബ്സ്ക്രിപ്റ്റ്. സ്ട്രക്ചറിൻ്റെ കേസ് എങ്ങനെയായിരിക്കും? എലമെൻറ്റ്സ് ഓഫ് സ്ട്രക്ചർ ആർ റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് സ്ട്രക്ചറിൻ്റെ എലമെൻറ്റുകളെ നമ്മൾ റെഫർ ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, വെൻ ആൻ എലമെൻറ്റ് ഓഫ് ആൻ അരേ ബിക്കംസ് അനദർ അരേ മൾട്ടി ഡയമെൻഷണൽ അരേ ഈസ് ഫോംഡ്. ഒരു അരയിൽ നമ്മൾ മറ്റൊരു അരേ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അരേ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും അല്ലേ? അപ്പോൾ വെൻ ആൻ എലമെൻറ്റ് ഓഫ് ആൻ അരേ ബിക്കംസ് അനദർ അരേ മൾട്ടി ഡയമെൻഷണൽ അരേ ഈസ് ഫോംഡ്. സ്ട്രക്ചറിൻ്റെ കേസ് എങ്ങനെയാണ്? വെൻ ആൻ എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ ബിക്കംസ് അനദർ സ്ട്രക്ചർ നെസ്റ്റഡ് സ്ട്രക്ചർ ഈസ് ഫോംഡ്. ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വന്നാൽ നെസ്റ്റഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ്, അരേ ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് പോസിബിൾ. സ്ട്രക്ചറുകളുടെ അരേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനുള്ള പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട്. എംപ്ലോയിഡ് അരേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചറിൻ്റെ കേസ് എങ്ങനെയാണ്? സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അരേസ് ആസ് എലമെൻറ്റ്സ്. സ്ട്രക്ചറിനുള്ളിൽ നമുക്ക് അരേ എലമെൻറ്റുകളായിട്ടും ഉപയോഗിക്കാം. അത് നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടു, ക്യാർ നെയിം ഓഫ് 10. അപ്പോൾ നെയിമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളോട് ഒരു ക്യാരക്ടർ അരേയാണ് അതിൻ്റെ ഡേറ്റ ഐറ്റമായിട്ട് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ മെമ്പറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറിനുള്ളിൽ അരേ അതിൻ്റെ എലമെൻ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് അരേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു.